അപ്പോൾ ഹേ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ബുക്ക് സാധനമൊക്കെ കണ്ടോ മനസ്സിലായില്ലേ? അതന്നെ ബാക്ക് ടു സ്കൂൾ. അതാണ് ഗൈസ്. അപ്പോൾ ബാക്ക് ടു സ്കൂളാണ്, സ്കൂളിൽ തുടങ്ങി. അപ്പോൾ അതിനുള്ള പൊതിടലും ഒക്കെ ആണ് ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പൊതിടാണ് ഇനി മെയിൻ പണി. ഇന്നത്തെ കുറച്ച് ബുക്സ് അധികമുണ്ട്. ഇതൊക്കെ ബാക്കിയുള്ള ബുക്കാണ്. വാങ്ങിയ ബുക്ക് ഇഷ്ടം പോലെ ഞാനങ്ങോട്ട് തുടങ്ങി ഗേസ്. അപ്പോൾ കീറാനുള്ളതൊക്കെ ചെയ്ത് വെക്കുകയാണ് ഗേസ്. ഇതങ്ങോട്ട് കീറി ഇത് മറ്റേ ബുക്ക് പൊതിടാനുള്ള കറക്റ്റ് ഇതിന് കീറുകയാണ് ഗേസ്. അപ്പോൾ ഞാൻ ചെറിയ സ്കെയിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഒരു ചെറിയ സ്കെയിൽ തന്നെ എടുത്തോണ്ടത്. അപ്പം ഞാൻ ആ സ്കെയിൽ അങ്ങോട്ട് ആ സ്കെയിലെടുത്തിട്ട് അങ്ങോട്ട് ഞാൻ മുറിക്കൽ തുടങ്ങി. അങ്ങനെ അമ്മയ്ക്കൊന്ന് കൊടുത്തു ഗേസ്. ഇപ്പം എന്തൊക്കെ വന്നു അമ്മ അവിടെ പൊതിട്ട് കുത്തിരിക്കുകയാണ് ഗായ്സ്. അപ്പം അമ്മ അതാ ഒരു ബുക്ക് അമ്മ കുറച്ച് ബുക്ക് അങ്ങനെ പൊതിട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം അമ്മ അതാ പൊതിയിടുകയാണ് ഗായ്സ്. അപ്പം അമ്മ അതാ പൊതിയിടുന്നില്ല, ഞാൻ കണ്ടുപിടിച്ചോളൂ ഗൈസ്. ആരെങ്കിലും ഒരാൾ പൊതിയിടാതെ ഇത്ര വലുതായിട്ട് നിങ്ങൾ പൊതിയിട്ട് തുടങ്ങിയില്ലെങ്കിൽ ഇതാ ഇത് കണ്ടുപിടിച്ചോളൂ. അപ്പം നിങ്ങൾ കുറച്ച് നേരം ഇത് കണ്ടുപടി. അതാ ഇങ്ങനെയൊക്കെയാണ് പൊതിയിടുക. ബാക്കി അങ്ങോട്ട് നിങ്ങൾക്ക് അറിയൂലേ? എന്നാൽ ബാക്കിയും കൂടി ഇങ്ങനെ കണ്ടോളി. ബാക്കി കൂടി ഇതാ. പിന്നെ അങ്ങോട്ടേ സിമ്പിൾ നിങ്ങൾക്ക് അറിയാലോ. ഇതുള്ളൂ. ഇപ്പം ഞാൻ എന്താ അവിടെ കട്ടിങ്ങൊക്കെ പിന്നെയും എൻ്റെ കട്ടിങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മതവിടെ ബുക്ക് പൊതിയിടുക. ഞാനും ഒന്ന് പൊതിയിട്ടാൻ കേസ്. പിന്നെ ഞാൻ പൊതിയിടാൻ വിചാരിച്ച് പിന്നെ കുറച്ച് നേരം ഞാനങ്ങോട്ട് പൊതിയിട്ട് തുടങ്ങി അങ്ങോട്ട്. പിന്നെ ഞാൻ ടി വി നോക്കി ഇങ്ങനെ പൊതിയാൻ ടി വിയിലേക്കല്ല നോട്ടാൻ ഇതിലേക്ക് നോക്കുന്നത്. പിന്നെ ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ടി വി നോക്കി കുത്തിരിക്കുകയാണ് കേസ്. അപ്പോൾ ടി വിയിൽ എൻ്റെ അപ്പം അമ്മ ബുക്ക് നേരെ വെക്കുന്നു. ഞാൻ ബുക്ക് തിരിച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതൊക്കെ നോക്കി കറക്റ്റ് സെറ്റാക്കി വെക്കുകയാണ്. അപ്പം ടി വിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടി കണ്ട് കുത്തിരിക്കുകയാണ് ഞാൻ. അപ്പം പരിപാടി കണ്ടിരിക്കായതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിന്ന്. പക്ഷെ എന്നാൽ ഞാൻ എന്തത് പിന്നെ ഞാൻ കുറച്ച് നേരം പൊതിയിട്ട് പിന്നെ കുറേ നേരം ഞാനായിരുന്നു പൊതിയിട്ട് പിന്നെ കീറി ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പം നിങ്ങളിനി പൊതിട്ട് കുട്ടികളെല്ലാവരും പൊതിയിടണം. അപ്പോൾ പൊതിട്ട് സെറ്റാക്കി നിന്നോളി ഇരിക്കട്ടോ. നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് ഇനി സ്കൂളിൽ തുറക്കുക, പിന്നെ എക്സാം എഴുതുക, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ പൊതിയിട്ട് സെറ്റാക്കാൻ നെയിൽ സ്ലിപ്പ് പൊട്ടിക്കണം. പക്ഷെ എനിക്കതല്ല ആലോചിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാലുള്ളൊരു പണിയുണ്ടല്ലോ, ക്ലീനാക്കൽ. ഇതിങ്ങനെ കയറിയിടുന്നൊക്കെ ക്ലീനാക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാണ് അങ്ങനെ ഞാൻ എന്താ ഉൾഭാഗം ഫുള്ളും മടക്കുകയാണ്. ഇപ്പം സെറ്റാക്കുകയാണ് ഞാൻ. അങ്ങനെയൊക്കെ ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഇത് പഠിച്ചോളൂ. ഇങ്ങനെ പുതിയ അറിയാത്തൊരു പഠിക്കുക നോക്കി പഠിച്ചോളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ പിന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് അങ്ങോട്ട് അടിക്കണേ. ഒക്കെ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചാൾ കേസ്. അടിച്ച് പൊട്ടിച്ചാൾ ഒക്കെ ഇങ്ങനെ വെറുതെക്കല്ലേ, ഒന്ന് തൊട്ടാലും മതി. അപ്പം ഞാൻ ഇങ്ങനെ അടുത്ത ബുക്ക് പൊതിയിടുകയാണ്. ഞാൻ കുറച്ച് ബുക്ക് ഇങ്ങനെ പൊതിയിട്ട് കുത്തിരിക്കുകയാണ്. ഞാൻ പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അമ്മ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തോണ്ടെങ്കിൽ ഞാൻ നെയിൽ സ്ലിപ്പ് ഒട്ടിക്കാൻ കേസ്. കാറിൻ്റെ നെയിൽ സ്ലിപ്പും കാറിൻ്റെയും മെറ്റൻ്റെയാണ് വാങ്ങിയത്. അതായിരുന്നു അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് വാങ്ങിയത്. ഒറ്റ കൈ കൊണ്ട് പറിക്കാൻ കുറച്ച് പ്രയാസം. അപ്പം ഞാൻ പിന്നെ ഫോണിൽ ക്യാമറയും ഇതൊക്കെ പിടിച്ചിരിക്കുകയാണല്ലോ. അമ്മ പിന്നെ അവിടെ ബുക്ക് പൊതിയിട്ടോണ്ടിരിക്കുകയാണ്. അപ്പം അതിനോണ്ട് ഞാൻ ഈ ഇത് ഏതാ കാറ് എനിക്ക് അറിയില്ല കേസ്. ഏതോ കാറാണ്. കാറാണല്ലോ, അത് മതി. അപ്പം ഞാൻ അത് ഒറ്റക്കൈ കൊണ്ട് ഒട്ടിക്കാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ഒട്ടിക്കാൻ ചോദിച്ചു. അപ്പോൾ കേസ് ഇത് ചെറുതായിട്ട് കുളയോ ഡൗട്ടായി പോയി കേസ്. എന്നുവെച്ചാൽ ആദ്യം തന്നെ അങ്ങോട്ട് കയറി ഒട്ടിപ്പോയി. ഞാൻ പിന്നെ അങ്ങോട്ട് ഒട്ടിച്ചൂട്ടി എന്നെല്ലാം കറക്റ്റാക്കും. കണ്ട കേസ് കറക്റ്റ് ഒട്ടിച്ചു കേസ്. എൻ്റെ പേര് ഇതൊക്കെ എഴുതണം.
അപ്പം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ബുക്ക് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ കയറി പോവുകയാണ് ഗൈസ്. കുറേ ഒട്ടിക്കണം ഗൈസ്. ഒരു നെയിം സ്ലിപ്പ് ഫുൾ എടുത്ത് ഗൈസ്. ഈ ടെക്സ്റ്റ് ഫുള്ള് ഈ ആ പേപ്പറിലുള്ള നെയിം സ്ലിപ്പ് എല്ലാം ഒരു ടെക്സ്റ്റിൽ പോയി ഗൈസ്. അപ്പം ടെക്സ്റ്റ് അങ്ങനെ തീർന്നിട്ടില്ല. അമ്മേൻ്റെ നോട്ടുണ്ട്. പിന്നെ അതാ കണ്ടു ഞാൻ ടി വിയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ. വീഡിയോ കണ്ടുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ താഴെയുടെ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നോട്ടെ. അപ്പോൾ പിന്നെ ഇനി അമ്മ ഒട്ടിക്കുന്ന കാണാം. അപ്പോൾ അത് അമ്മ ഇതാ ബെൻറ്റൻ്റെ നോട്ട്ബുക്സിലെല്ലാം ബെൻറ്റൻ ഒട്ടിക്കുകയാണ് ഗൈസ്. അപ്പം ബെൻറ്റൻ കണ്ടോ ഗൈസ്, അമ്മ എന്ത് കൃത്യമായിട്ട് ഒട്ടിക്കുന്നു കണ്ടോ. ബെൻറ്റൻ്റെ എല്ലാ ബെൻറ്റൻ ഒട്ടിക്കുകയാണ്. ബെൻറ്റൻ ഞാൻ ബെൻറ്റൻ അങ്ങനെ എനിക്ക് 8ാം ക്ലാസ്സിൽ ഇനി 3ലോ 8ാന്ന് തോന്നുന്നു എനിക്ക് ബെൻറ്റൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി കണ്ടോ ബെൻറ്റൻ അപ്പം കിന്നേന്. പിന്നെ ഇപ്പോഴാണ് വന്നത്. പിന്നെ ഞാൻ 7th എത്തിയല്ലോ. ഇപ്പോൾ കാറും ബെൻറ്റനും ടെക്സ്റ്റിനൊക്കെ കാറും നോട്ടിനൊക്കെ ബെൻറ്റനുമാണ് ഒട്ടിച്ച് ഞാനൊക്കെ കൂടി സെറ്റാക്കി ടേബിളിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് വയ്യ. ഈ കാണുന്ന ചപ്പും ചവറൊക്കെ കണ്ടോ, അതൊക്കെ എനിക്ക് ക്ലീൻ ആക്കണം. സങ്കടമാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ സെറ്റാക്കുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴേ കുറച്ച് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്നു. നോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെ ടി വിയിൽ മറ്റേ അഹാന കൃഷ്ണ ജപ്പാനിൽ പോയപ്പോഴുള്ള വീഡിയോ കാണുമായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഓരോ വീഡിയോ വെച്ചു. പിന്നെ ഞാൻ ഓരോ വീഡിയോസ് കാണുകയായിരുന്നു ഗൈസ്. ഓരോ കുറച്ച് നല്ല ജപ്പാനിൽ പോയപ്പോഴുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുകയാണ്. അപ്പം നമുക്ക് ഈ ബുക്കൊക്കെ സെറ്റായി ഗൈസ്. ഇതാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ. ഒക്കെ സെറ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിപ്പിലിരിക്കുകയാണ് ഞാൻ. പിന്നെ അങ്ങോട്ട് പൊതിയപ്പോൾ സുഖമായി ഗൈസ്. ഇനി അമ്മ വന്ന് ഇതൊക്കെ നേരത്തെ ആ റൂമിൽ കൊണ്ടുവയ്ക്കും. ഇനി ഇതൊക്കെ എനിക്ക് ക്ലീൻ ആക്കണം. മമ്മി ഗോഡ്, ഇതൊക്കെ നീ കവറിൽ കയറ്റി വെച്ച് കത്തിക്കുക. അതൊക്കെ അല്ലേ പണി. അപ്പോൾ ഒറ്റ നെയിം സ്ലിപ്പും കൂടി ഉണ്ടായിരുന്നു. അതൊരു ബുക്കിലൊട്ടിക്കണം. അതൊരു ബുക്കുണ്ട് ഗൈസ്. ആ ബുക്ക് പൊതിയിട്ടിട്ടില്ല. ആ ബുക്കും പൊതിയിട്ടും പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ കണ്ടിരുന്നു. പിന്നെ അമ്മ ആ ബുക്കെടുത്ത് അവിടെ കൊണ്ട് ക്ലാസ്. പിന്നെ എനിക്ക് ഭയങ്കര ഇതായി ഗൈസ്. ഞാൻ പിന്നെ ബുക്കൊക്കെ എടുത്ത് കൊണ്ടാക്കണേ. അപ്പോൾ അഹാന കിച്ചണിൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് ഗൈസ്. ബുക്കൊക്കെ കവറിട്ട് ഇട്ടപ്പോഴാണ് ഞാനൊരു സാധനം അവിടെ കണ്ടിരുന്നു ഗൈസ്. അപ്പോൾ ഇതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോയിട്ട് വന്നിട്ടെടുക്കാം. പിന്നെയാണെങ്കിൽ കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാധനം എടുത്ത് വർക്ക് ചെയ്യാനുള്ളതും എടുത്ത് വന്ന് അമ്മ ഇതും അവിടെ കൊണ്ടാക്കാൻ. അപ്പോൾ ഇതും ഞാൻ അവിടെ കൊണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ കൂടിയും കൊണ്ടുവെക്കുമ്പോഴാണ് ഞാൻ എൻ്റെ താഴെ വീണ സാധനം കാണുന്നത്. അപ്പം അതും കൂടി എടുത്ത് കൊണ്ടുപോയി ഗൈസ്. എൻ്റെ കാറിൻ്റെ സ്റ്റിക്കേഴ്സ് നിലത്ത് വീണ് പോയി. അപ്പം അതും എടുത്ത് ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇനി ഞാൻ അകത്തുള്ളത് എന്താണെന്ന് കാണിക്കാം. ഒക്കെ സെറ്റാക്കി വെച്ചു. ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇതൊക്കെ കൊണ്ട് അടിച്ചാൽ കേട്ടോ ഗൈസ്. ഒക്കെ അങ്ങോട്ട് നെക്കൊന്ന് വെറുതെ നെക്കിക്കാൾ. അപ്പോൾ ഒക്കെ സെറ്റായി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.